എല്ലാവർക്കും TRP ഫുട്ബോൾ ന്യൂസ് ഷോയിലേക്ക് സ്വാഗതം. തീററ്റ്സ് പോഡ്കാസ്റ്റിന്റെ പുതിയ ഒരു ഷോ ആണ് TRP ഫുട്ബോൾ ന്യൂസ് ഷോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുട്ബോളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട വാർത്തകൾ ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് TRP ഫുട്ബോൾ ന്യൂസ് ഷോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഓഫ് ദ ഫീൽഡ് ഒരു വാർത്തയാണ്. അതായത് ഇൻഫന്റീനോയും ഫിഫയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത. അതായത് ഇൻഫന്റീനോ ഫുട്ബോള് വിൽക്കാൻ നോക്കുക, ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് വിൽക്കാൻ നോക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി. അത് നമ്മൾ ഈ ന്യൂസിൽ കവർ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, പ്രീമിയർ ലീഗിൽ നിന്ന് വന്ന ഒരു എഡി ഹൗ, ന്യൂ കാസിൽ മാനേജറായിട്ടുള്ള എഡി ഹൗ രാജിവെച്ച് പുറത്തുപോയ വാർത്തയും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കവർ ചെയ്യുന്നത് പ്രീ സീസൺ ഫ്രണ്ട്ലികൾ നടക്കുകയാണ്. ഒരുപാട് എല്ലാ പ്രധാനപ്പെട്ട ക്ലബ്ബുകളും പുതിയ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ സീസണിലെ ട്രെയിനിങ്ങും ക്ലബ് ഫ്രണ്ട്ലികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വാർത്തയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിലെ വലിയ ട്രാൻസ്ഫറുകൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് നടന്നു, വലിയ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചിലത് നടന്നു, ചിലത് ഈ ആഴ്ച വരുന്ന ആഴ്ച നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യുന്നുണ്ട്. മെസ്സി വീണ്ടും ഫുട്ബോൾ കളിച്ചു തുടങ്ങി വേൾഡ് കപ്പിന് ശേഷം. അതായത് MLS മെസ്സി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും MLS കുറിച്ചും ചെറിയ ഒരു ഭാഗം കൂടി നമ്മൾ കവർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ചത്തെ TRP ഫുട്ബോൾ ന്യൂസ് ഷോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി TRP ഫുട്ബോൾ ന്യൂസ് ഷോയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോളിലെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇൻഫന്റീനോ, ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയാനി ഇൻഫന്റീനോ വളരെ സീക്രട്ട് ആയിട്ട് ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് വേൾഡ് കപ്പിന്റെ 20% വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു. അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ വേണ്ടിയിട്ട് അവർക്ക് $4.2 ബില്യൺ ഈ 20% സ്റ്റേക്ക് വിൽക്കാൻ ശ്രമിച്ചു. അപ്പൊ അതില് ഫിഫയുടെ കൊമേഴ്ഷ്യൽ റൈറ്റ്സ്, ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ്, ടിക്കറ്റിംഗ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു $20 ബില്യൺ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനാണ് പ്രൈവറ്റ് പാർട്ടികൾ ഉദ്ദേശിച്ചിരുന്നത്. അതിലേക്കാണ് ഇത് വിൽക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പോ അതില് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഫാമിലിയിലുള്ള ജോഷുവ കുഷ്ണർ തുടങ്ങിയ ഒരു കമ്പനിയാണ് ത്രൈവ് ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ പേരിലാണ് ഈ സ്ഥാപനം തുടങ്ങാനും അതിലേക്ക് വിൽക്കാനും ഒക്കെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഈ വാർത്ത ലീക്കായി കഴിഞ്ഞ ഉടനെ എല്ലാ ഫുട്ബോൾ ഫെഡറേഷനുകളും ഇതിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോ ഇതില് യുഎഫ ആണ് ആദ്യം ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തത്. യുഎഫയിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയും അവര് ഇൻഫന്റീനോക്കെതിരെ ഒരു നീക്കം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഈ തീരുമാനത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെ യൂറോപ്യൻ രാജ്യൻസ് വേൾഡ് കപ്പ് വരെ ബോയ്ക്കോട്ട് ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി ഇതിന്റെ ഒപ്പം നടത്തി. പിന്നെ അതിനുശേഷം ഉടനെ പുറത്തു വന്ന മറ്റൊരു വാർത്തയായിരുന്നു ഇതിനോട് ബന്ധപ്പെട്ട് കാർലോസ് കോർഡിയേറോ, അതായത് ഈ ഇൻഫന്റീനോന്റെ സീനിയർ അഡ്വൈസർ ആയിരുന്നു. അയാൾ പോലും അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പോസ്റ്റിൽ നിന്ന് രാജിവെച്ചു. അതുപോലെ ഫിഫയുടെ CEO ആയിട്ടുള്ള കെവിൻ ലാമോർ, അവരും പറഞ്ഞു ഇത് ഞങ്ങളെ ചതിച്ചതാണ്, ഞങ്ങളെ പറ്റിച്ചു, ഇത് ഒരാള് മാത്രം തീരുമാനിച്ച പ്രോജക്റ്റാണ്, ഇൻഫന്റീനോ മാത്രം, അത് കാരണം ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കില്ല എന്ന് പറഞ്ഞ അവരും അതിനെതിരെ ഇൻഫന്റീനോക്കെതിരെ ഒരു നിലപാടായിട്ട് വന്നു. അതിനുശേഷം ജൂലൈ 31 ഇൻഫന്റീനോ പ്രസ്താവന ഇറക്കി. ഞാൻ ഈ പരിപാടി ഞാൻ തുടങ്ങാൻ വിചാരിച്ചിരുന്ന FFP എന്നുള്ള ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രൊജക്ട് നല്ല പ്രോജക്റ്റ് ആയിരുന്നു, ഒരുപാട് രാജ്യങ്ങൾക്ക് പൈസ കിട്ടുന്ന പ്രോജക്റ്റ് ആയിരുന്നു, എന്നാലും ഞാൻ എതിർപ്പുകളെ തുടർന്ന് ഞാൻ ഇതിന്ന് പിന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ആളത് പിന്നോട്ട് പോയി. ഇൻഫന്റീനോന്റെ കൂടെ ഇതിന് പുറപ്പെട്ട മറ്റ് കോർപ്പറേറ്റ് ആളുകൾക്കും കുഷ്ണർ ഒക്കെ പോലെയുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രഹരമായി മാറി ഇത് ബാക്ക് ഫയർ ചെയ്യും. അപ്പൊ ഇതാണ് ലോക ഫുട്ബോളിനെ വലിയ ചർച്ചയിലും വലിയ ആശങ്കയിലൊക്കെ ആക്കിയ ഒരു വാർത്ത വന്നിരുന്നത്. അതിന് ഏകദേശം തൽക്കാലം പരിഹാരമായി. ഇൻഫന്റീനോന്റെ കാലാവധി ഏകദേശം ഈ ഒരു കാര്യത്തോടുകൂടി തീരും എന്നുള്ളത് ഏകദേശം തീരുമാനമായി. അപ്പോ നമ്മൾ ഈ
വിഷയത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, TRP സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഇവിടെ വരും, അത് നിങ്ങൾക്ക് കാണാം. അതിൽ ഈ കാര്യങ്ങളും അതുപോലെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട ചർച്ചയായ FFP, അതുപോലെ സ്കോഡ് കോസ്റ്റ് റേഷ്യോ, അതുപോലെ PSR, ഇങ്ങനെയുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു വാർത്ത ഉള്ളത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഇറ്റാലിയൻ ഫുട്ബോളിൽ മൽദീനി രാജിവെച്ച കാര്യം. അപ്പൊ അതില് ആൻഡ്രോ പിർലോനെ മാനേജറാക്കുന്ന പറ്റാത്തതിന്റെ നിരാശയിലാണ് റിസൈൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ ന്യൂസ് വരുന്നത് മെൻസീനിയെ തിരിച്ച് ഇറ്റലിയുടെ മാനേജറാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെൻസീനിയെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 സ്റ്റോറീസ് ഉണ്ട്. അതായത് ഒന്ന്, യൂറോ 2020 ജയിപ്പിച്ചു, അതായത് ചാമ്പ്യൻസ് ആക്കിയ മാനേജറാണ് മെൻസീനി, ഹെഡ് കോച്ചാണ്. അന്ന് ഒരു 37 മാച്ച് അൺബീറ്റൻ റണ്ണിലൊക്കെ പോയിട്ട് അങ്ങനെയാണ് അതിലെത്തിയത്. പക്ഷെ ആ സമയത്താണ് വളരെ ഷോക്കിംഗ് ആയിട്ട് ആള് ടീമിനെ ഉപേക്ഷിച്ച് സൗദി അറേബ്യയുടെ നാഷണൽ ടീമിന്റെ മാനേജറായിട്ട് പോയി. 2 ആഴ്ച ഇത് കഴിഞ്ഞ്, യൂറോ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ പോയി. അപ്പൊ അതിനെതിരെ ഭയങ്കര വിമർശനം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട്, സൗദിയിൽ പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 18 കളിയിൽ 7 കളിയായി ജയിക്കാൻ പറ്റിയുള്ളൂ. അവിടുന്ന് അവര് പുറത്താക്കി മൻസീനെ. അതിനുശേഷം ഖത്തറിലെ അൽസാദിലെ കുറച്ചു കാലം കോച്ചൊക്കെ ആയിട്ട് ജോലി ചെയ്തു മൻസീനി. അതിനുശേഷമാണ് ആൾക്ക് ഒരു തിരിച്ചറിവ് വന്നത്. എനിക്ക് അന്ന് ഇറ്റാലിയൻ ജോബ് ഒഴിവാക്കി പോയതിൽ വളരെ നിരാശയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും മൻസീനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലൗഡിയോ റനിയേറിയെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വെച്ചു. മൽദീനിയുടെ പൊസിഷനിൽ ക്ലൗഡിയോ റനിയേറി വന്നു. അപ്പൊ വീണ്ടും ഇറ്റാലിയൻ ഫുട്ബോള് തിരിച്ച് ഒരു ഉയർച്ചയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പൊളിറ്റിക്സ് അവിടെ ഭയങ്കര ചർച്ചയാണ്. അതുപോലെ മാൻസീനെ തിരിച്ചു കൊണ്ടുവന്നതിൽ പല ഫാൻസും നിരാശരാണ്. കാരണം ടീമിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോയ ഒരു മാനേജറെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിന് അവര് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ആള് ഇതിനു മുമ്പ് സക്സസ് ഉണ്ടാക്കി എന്നുള്ളത് കാരണം പലരും ഒരു സെക്ഷൻ ഓഫ് ഫാൻസ് അത് പോസിറ്റീവായിട്ട് കാണുന്നത്. എന്തായാലും ഈ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ വാർത്ത ഇനി പുറത്ത് വരും എന്നുള്ളത് നോക്കാം. കാരണം ഓരോ ആഴ്ചയും ഓരോ ന്യൂസ് ഡെവലപ്മെന്റ് ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ട്. യൂറോപ്പിലെ എല്ലാ ക്ലബ്ബുകളും അവരുടെ പുതിയ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ സീസൺ ട്രെയിനിങ്ങും അതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചുകളും കളിച്ചു വരികയാണ്. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുതിയ സീസണിലെ എടുക്കേണ്ട ടാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാൻ, അതുപോലെ ഒരു മുഴുവൻ സീസൺ കളിക്കാർക്ക് കളിക്കാൻ പാകത്തിന് അവരുടെ ശാരീരിക ക്ഷമത ശരിയാക്കി എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രീ സീസൺ ട്രെയിനിങ്ങുകൾ നടത്തുന്നത്. അപ്പോ കുറെ കാലത്ത് ഒരു 3 ആഴ്ച, വേൾഡ് കപ്പ് കഴിഞ്ഞവർക്ക് 3 ആഴ്ച, അല്ലാത്ത ഒരു 5 ആഴ്ച 6 ആഴ്ചയൊക്കെ ഫുട്ബോൾ കളിക്കാൻ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇതിന് വരുന്നത്. അപ്പൊ അവർക്ക് ആ കായിക ക്ഷമത വീണ്ടെടുത്ത് അങ്ങനെ അതിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രീ സീസൺ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ട്ലികൾ കളിക്കും. അപ്പൊ അത് ആദ്യത്തെ ഫ്രണ്ട്ലികളിലൊക്കെ കൂടുതലും യങ് പ്ലേയേഴ്സ്, ചെറിയ നെക്സ്റ്റ് അക്കാഡമിയിലുള്ള കുട്ടികളായിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെയാണ് കൂടുതൽ കളിക്കുക. പതുക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പലരും വേൾഡ് കപ്പ് തിരിച്ചു വന്ന കളിക്കാരും ഒക്കെ കുറച്ചും കൂടിയൊക്കെ സീനിയർ ടീമുകളൊക്കെ ഉള്ള ടീമുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ട്ലികൾ മിക്കവാറും എല്ലാവരും കളിച്ചു. നമുക്കറിയാം, ആദ്യം സിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൻസോ മരസ്ക ആണ് ഇപ്പോ സിറ്റിയുടെ പുതിയ കോച്ച്. പെപ് ഗാർഡിയോളയുടെ എറ കഴിഞ്ഞു, എൻസോ മരസ്കയുടെ എറയാണ് തുടങ്ങണേ. അപ്പൊ മരസ്ക വന്നതിന് ശേഷം അവര് ഫ്രണ്ട്ലികൾ കളിച്ചു. അതില് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഓഗസ്റ്റ് 1-ാം തീയതി ഹോങ്കോങ്ങില് ഇന്റർ മിലാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ലിയാണ് നടന്നത്. അതില് മറ്റേ എല്ലാ പ്രധാനപ്പെട്ട കളിക്കാരും വന്നിട്ടില്ല. എലിയറ്റ് ആൻഡേഴ്സണൊന്നും എത്തിയിട്ടില്ല, ഹാലൻഡും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോ മാൻസിറ്റി ഇന്റർ മിലാൻ 1-1 ഡ്രോ ആയിരുന്നു മാച്ച്. അതില് ഇന്റർ എന്നിട്ട് പെനാൽറ്റീസ് ഉണ്ട്. ഇത് ചില ഫ്രണ്ട്ലീസൊക്കെ അങ്ങനെയാ, ചിലര് ഒരു വിജയി വേണം എന്നുള്ള രീതിയിലുള്ള ചില ഫ്രണ്ട്ലികൾസ് ഒക്കെ നടക്കും, ചെറിയ കപ്പ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അതില് പെനാൽറ്റീസിലേക്ക് പോയി ഇന്റർ 3-1 പെനാൽറ്റി ജയിച്ചു. അപ്പൊ അതില് സെമന്യോ കളിച്ചിരുന്നു. സെമന്യോ ആണ് ഗോള് അസിസ്റ്റ് ചെയ്ത്. ഡിവിൻ മുബാംബ ആണ് ഗോൾ അടിച്ചത്. പിന്നെ റോഡ്രി തിരിച്ചു വന്നിട്ടില്ല. റോഡ്രി ഓഫ് കോഴ്സ് റോഡ്രിക്ക് ഒരു ഇഞ്ചറി ഉണ്ട്. അല്ലെങ്കിലും സ്പെയിനാണ് വേൾഡ് കപ്പ് ജയിച്ചത്. അപ്പൊ എന്തായാലും വരാനുള്ള സമയം ആയിട്ടുമില്ല. അപ്പൊ എന്തായാലും റോഡ്രിയുടെ കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ്. പക്ഷെ സിറ്റി പുതിയ ഒരു സ്റ്റൈല് അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്നത് ഈ ഫ്രണ്ട്ലികളിൽ നമുക്ക് കാണാൻ പറ്റി. പിന്നെ നോക്കിയാൽ ആഴ്സണൽ
പ്രീമിയർ ലീഗ് ജയിച്ച ആഴ്സണല് ആർട്ടറ്റയുടെ കീഴിൽ വീണ്ടും ഒരു പ്രീമിയർ ലീഗ് ഡിഫെൻഡ് ചെയ്യുന്ന അതിലേക്ക് വരികയാണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്ലികൾ കളിച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 ജിറോണയായിട്ടാണ് ആഴ്സണൽ കളിച്ചത്. ആഴ്സണൽ 4-1 എന്നുള്ള സ്കോറിന് ജയിച്ചു. കായ് ഹാവേർട്സ് കളിച്ചു. അതുപോലെ സോളിസ്, അവരുടെ ഈ ട്രാൻസ്ഫർ പോലെ മെയിൻ ഒരു സൈനിങ് ആണ് ക്രിസ്റ്റോസ് സോളിസ് ഗോൾ അടിക്കുകയും ചെയ്തു ഫസ്റ്റ് മാച്ചിൽ തന്നെ. അതുപോലെ 16 year ഉള്ള ആഴ്സണലിന്റെ ഫ്യൂച്ചർ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മാക്സ് ഡോമനും കളിച്ചു, ഗോളും അസിസ്റ്റും നേടി. അതുപോലെ ഗബ്രിയൽ ജീസസും കളിച്ചു, ഗോൾ അടിച്ചു. അപ്പോ ആഴ്സണലില് ഇതിനു മുമ്പ് MK ഡോൺസ് ആയിട്ടുള്ള ഫ്രണ്ട്ലി കളിച്ചിരുന്നു, അത് ഇതിനു മുമ്പത്തെ ആഴ്ചയാണ്. പക്ഷെ ആഴ്സണലില് ഈ ഫ്രണ്ട്ലി വിന്നോടുകൂടി അവരെ ഏകദേശം സെറ്റ് ആണ് എന്നുള്ള അതിലേക്ക് വരികയാണ്. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫ്രണ്ട്ലി കളിച്ചു. ഓഗസ്റ്റ് 1 സ്നാപ് ഡ്രാഗൺ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ലി ആയിരുന്നു. അതില് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചത്. ആദ്യം ഗോൾ അടിച്ചത് അത്ലറ്റിക് മാഡ്രിഡ് ആണ്. അർണവോ ഒർട്ടിസ് ആണ് ഗോൾ അടിച്ചത്. അതിനുശേഷം ബ്രയൻ എംബുഎമ 2 ഗോൾ അടിച്ചു. ഒരെണ്ണം പെനാൽറ്റി, ഒരെണ്ണം ഓപ്പൺ പ്ലേ എന്നുള്ള കിട്ടിലും ഫിനിഷ് ആയിരുന്നു. അങ്ങനെ യുണൈറ്റഡ് പിറകിൽ നിന്ന ശേഷം സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്ന് 2-1 എന്നുള്ള സ്കോറിന് ജയിച്ചു. കുറെ കുട്ടികൾ കളിച്ചിരുന്നു. യുണൈറ്റഡിന്റെ കുറെ യങ് പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു മാച്ചിൽ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്രയൻ എംബുഎമ ഫോർവേഡ് ആയിട്ടാണ്, സ്ട്രൈക്കർ ആയിട്ടാണ് കളിച്ചത്. നമ്പർ 9 സ്ട്രൈക്കർ ഇൻ ദ സെൻസ് നമ്പർ 9 ആയിട്ടാണ് കളിച്ചത്. അപ്പൊ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഈ സീസണിൽ ചിലപ്പോ എംബുഎമെ ആ പൊസിഷനിൽ, കാരണം നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ പോഡ്കാസ്റ്റിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അവർക്ക് സ്ട്രൈക്കർ സെസ്കോ മാത്രമാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ബാക്കപ്പ് എന്നുള്ള രീതിയിൽ എംബുഎമയും അവിടെ കളിപ്പിക്കുകയും അമാദിനെയും കളിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഫ്രണ്ട്ലികൾ കുറെയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ കണ്ട ഓഗസ്റ്റ് 1 തന്നെ സിഡ്നി സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതില് ചെൽസിയും ടോട്ടനാമും കളിച്ചു. അതില് ചെൽസി 1-2 എന്നുള്ള സ്കോറിന് സ്പേഴ്സ് ചെൽസിയെ തോൽപ്പിച്ചു. അതില് സാൻഡ്രോ ടൊണാലി കളിച്ചു, ഗോൾ അടിച്ചു. അതുപോലെ എസ്റ്റെവോ, നമുക്കറിയാം എസ്റ്റെവോ വേൾഡ് കപ്പിനൊന്നും പോകാൻ പറ്റില്ല, ഒരു 4 ടയർ ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിരുന്നു. പക്ഷെ എസ്റ്റെവോ പ്രീ സീസണിൽ കളിച്ചു തുടങ്ങിയിട്ട് അത് ചെൽസി ഫാൻസിന് ഭയങ്കര ആശ്വാസമായിരിക്കും. അലോൺസോന്റെ പുതിയ സ്റ്റൈലിൽ എസ്റ്റെവോന് പ്രീ സീസൺ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ എസ്റ്റെവോ ആണ് ചെൽസിയുടെ ഈക്വലൈസർ അടിച്ചത്. അതിനുശേഷം 92nd മിനിറ്റിലാണ് റിച്ചാർലിസൺ ഗോൾ അടിച്ചിട്ടാണ് സ്പേഴ്സ് ജയിച്ചത്. അതിൽ വേറൊരു ഡീറ്റെയിൽ ഉള്ളത്, കെവിൻ ഡാൻസോ റെഡ് കാർഡ് കെട്ടി മേടിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിൽ റെഡ് കാർഡായിട്ട് പോയിരുന്നു. അതിനുശേഷം 10 പേരെ വെച്ചിട്ടാണ് ടോട്ടനാം തിരിച്ചു വന്ന് കളി ജയിച്ചത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ആണ്. തിരിച്ചു വന്ന് ജയിച്ചതല്ല, 1-1 സ്കോർ എന്ന് ജയിച്ചത് അങ്ങനെയാണെന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ആണ്. അതുപോലെ ആസ്റ്റൺ വില്ല 2-4 എന്നുള്ള സ്കോറിന് റിയൽ സോസിഡാഡ് ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചു. 4-2 എന്നുള്ള സ്കോർ ലൈനിലാണ്. അത് ഈ 28 മാച്ച് നടന്നത്. അതില് ആസ്റ്റൺ വില്ലയുടെ കുറച്ച് സീനിയർ പ്ലേയേഴ്സ് കളിച്ചിരുന്നു. പക്ഷെ സോസിഡാഡ് നന്നായിട്ട് കളിച്ചു. പക്ഷെ ആസ്റ്റൺ വില്ലയുടെ മെയിൻ പ്ലേയേഴ്സ് പലരും വരാനുണ്ട്. അവിടെ കുറച്ച് ട്രാൻസ്ഫേഴ്സിന് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോ ആസ്റ്റൺ വില്ല ഈ സീസണിൽ മറ്റേ ചാമ്പ്യൻസ് ലീഗും കൂടി ഉണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിനുള്ള പ്ലേയേഴ്സ് അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചർച്ചയിലുള്ള കാര്യങ്ങളാണ്. എനിവേ അവര് ഇനിയുള്ള ഫ്രണ്ട്ലിയിലും നമുക്ക് അവരുടെ പ്രോഗ്രസ് ഫോളോ ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രിസ്റ്റൽ സിറ്റി ന്യൂകാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. 4-1 എന്നുള്ള സ്കോറിനാണ് തോൽപ്പിച്ചത്. അപ്പോ ഹാർവി ബാൺസ് ആണ് ന്യൂകാസിലിന് ഗോൾ അടിച്ചത്. പക്ഷെ ന്യൂകാസിലിന്റെ പ്രീ സീസൺ അത്ര ഇതുവരെ ഒരു കിക്ക് ഓഫ് ആയിട്ടില്ല എന്ന് പറയാം. കാരണം അതിന്റെ കഥ നമുക്കറിയാം. ഈ അവരുടെ മാനേജർ പോയി എന്നുള്ള ആ സെഗ്മെന്റിലേക്ക് നമുക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനെ കുറിച്ചുള്ള നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലിവർപൂളിന്റെ പ്രീ സീസൺ ഫ്രണ്ട്ലി കഴിഞ്ഞ ദിവസം മറ്റേ ലീഡ്സ് യുണൈറ്റഡ് ആയിട്ട് കളിച്ചു. അത് ഫസ്റ്റ് ഹാഫില് കഴിഞ്ഞപ്പോ 2-0 ലീഡൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു 60 മിനിറ്റിന് ശേഷം ലീഡ്സ് മനോഹരമായിട്ട് തിരിച്ചു വന്ന് 4-2 എന്നുള്ള സ്കോറിന് ലിവർപൂളിനെ തോൽപ്പിച്ചു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലിവർപൂളിന്റെ പ്രധാനപ്പെട്ട സെന്റർ ബാക്സ് ഒന്നും കളിച്ചു തുടങ്ങിയിട്ടില്ല. അവരൊക്കെ ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചു വരുന്നേ ഉള്ളൂ. വാൻ ഡൈക്ക് ആണെങ്കിൽ വേൾഡ് കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതില് മെയിൻ സെന്റർ ബാക്സ് അല്ല യാക്വേ, ലിയോണി, യോഗോമസ് ഒരു കളി കളിച്ചു. യോഗോമസ് ഇഞ്ചുറി ആയി. വെയ്വീഡി ഇവരൊന്നും ഇല്ലാതെയാണ് ഈ പ്രീ സീസൺ ഫ്രണ്ട്ലീസ് കളിക്കുന്നത് ലിവർപൂൾ. അതിന്റെ ഒരു കാര്യം അവരുടെ ഡിഫൻസിൽ വരുന്നുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പോ NDA,
ലൂക്ക് ചേംബേഴ്സ്, ഇവരൊക്കെയാണ് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ചു വരുന്നത്. അപ്പൊ അത് ഇന്നലെ എവിഡന്റ് ആയിരുന്നു. DCL കാൽവേർട്ട് ലൂയിൻ പോലുള്ള പ്ലെയർ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഈ ഡിഫൻസിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കാം. എനിവേ, നമ്മൾ ഈ ലിവർപൂൾ മാച്ചിനെ പ്രത്യേകിച്ച് നമ്മുടെ ലിവർപൂൾ ഫാൻസിന്റെ പോഡ്കാസ്റ്റ് കൂടി ആയതുകൊണ്ട് ഇന്ന് രാത്രി അതിന്റെ ഒരു വീഡിയോ വരും. ഇന്നത്തെ മാച്ചിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് രാത്രി അത് വരും. അപ്പൊ അത് ഫോളോ ചെയ്യുക എല്ലാവരും. അടുത്തത് റയൽ മാഡ്രിഡിന്റെ പുതിയ ബോസ് ആയിട്ടുള്ള ജോസെ മൊറീനോന്റെ കീഴില് റയൽ മാഡ്രിഡിന്റെ പ്രീ സീസൺ നടന്നു വരികയാണ്. അപ്പൊ അതില് ഫിയറന്റീനയുമായിട്ട് ഓഗസ്റ്റ് 1 കളിച്ചു. റയൽ മാഡ്രിഡ് 2-2 എന്നുള്ള സ്കോറിന് ഡ്രോ ആവുകയാണ് ചെയ്തത്. എൻട്രിക്ക് ആ മാച്ച് കളിച്ചിരുന്നു. വേൾഡ് കപ്പിന്റെ ശേഷം എൻട്രിക്ക് തിരിച്ചു വന്ന് കളിച്ച മാച്ചായിരുന്നു. പക്ഷെ എൻട്രിക്ക് ക്ലബ്ബ് വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മറ്റ് ക്ലബ്ബുകളൊക്കെ നോക്കുന്നുണ്ടാവും എൻട്രിക്ക് എങ്ങനെ ഈ പ്രീ സീസണിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും എന്നുള്ളതൊക്കെ നോക്കാൻ സാധ്യതയുണ്ട്. എൻട്രിക്ക് ഗോൾ അടിച്ചു. പിന്നെ 18 വയസ്സുള്ള അലക്സിസ് സിറിയ ആണ് റയൽ മാഡ്രിഡ് പിന്നെ ഗോൾ അടിച്ച് 2-0 ആയിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഫിയറന്റീന തിരിച്ച് ഗോൾ അടിക്കുകയായിരുന്നു. റോബർട്ടോ പിക്കോളി പിന്നെ മൊയ്സെ കീൻ, ഈ രണ്ടുപേരും ഗോൾ അടിച്ചിട്ട് 2-2 എന്നുള്ള സ്കോറിന് തീരുകയായിരുന്നു മാച്ച്. ഡംഫ്രീസ് കളിച്ചിരുന്നു റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് 28-ാം തീയതി റയൽ മാഡ്രിഡ് കളിച്ചിരുന്നു. അന്ന് 4-1 ലെഗനസിനെ തോൽപ്പിച്ചിരുന്നു. അന്ന് വാൽവെർഡെ, ഗൊൺസാലോ, മസ്റ്റൻറ്റുവാനോ, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് ഇവരൊക്കെ കളിച്ചിരുന്നു ആ മാച്ച്. പിന്നെ ബാർസലോണയിൽ നിന്ന് ബാർസലോണ ഹാൻസി ഫ്ലിക്കിന്റെ സൈഡ് അവര് ബർമിംഗ്ഹാം സിറ്റി ആയിട്ടാണ് ജൂലൈ 31-ാം തീയതി കളിച്ചത്. 2-2 സ്കോറിന് ഡ്രോ ആയി മാച്ച്. അത് കഴിഞ്ഞ് പെനാൽറ്റീസിലേക്ക് പോയി. ഇതുപോലെ പെനാൽറ്റീസിൽ 3-2 എന്നുള്ള സ്കോറിന് അവർ തോറ്റു. ഈജിപ്തിന്റെ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് കരുതപ്പെടുന്ന ഹംസ അബ്ദുൽ കരീം 2 ഗോൾ അടിച്ചു ആ മാച്ചിൽ. ഒരു പെനാൽറ്റിയാണ്. ഇങ്ങനെയാണ് കരീം. പിന്നെ അവരുടെ ബാർസലോണയുടെ പുതിയ സൈനിങ്സ് ആയ കരീം അഡയാമി ഈ 2-2 സ്കോർ ആയിട്ടുള്ള മാച്ചിന് അവര് കളിച്ചിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫ്രണ്ട്ലി ബിഹൈൻഡ് ക്ലോസ് ഡോർസ് ആയിരുന്നു. അത് കാരണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. എന്നാലും വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലുക്മാൻ 2 ഗോൾ അടിച്ചു. അർണോ ഓട്ടിസ് ഗോൾ അടിച്ചു. അബേദ് വാഗാസ് ഗോൾ അടിച്ചു 4-1 എന്നുള്ള സ്കോറിൽ. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ കളിച്ചിരുന്നു. അപ്പൊ അതിലും അത് നമ്മൾ പറഞ്ഞു അന്നും ആ മാച്ചിലും അർണോ ഓട്ടിസ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു സ്പാനിഷ് ലീഗിലെങ്കിലും. ബയൺ മ്യൂണിക്കിലേക്ക് വന്ന അവിടെ ബയൺ മ്യൂണിക്ക് 2-1 എന്നുള്ള സ്കോറിന് ആദ്യം വെഹൻ വേസ്ബിയറിനെ ജൂലൈ 25-ന് ആയിരുന്നു. അതിനുശേഷം അവരാണ് ഏറ്റവും വലിയ സ്കോറിന് ഈ പ്രീ സീസണിൽ ജയിച്ച മെയിൻ ടീമുകളിലൊന്നും. 15-0 എന്നുള്ള സ്കോറിന് അമേച്ചർ സൈഡാണ് റോട്ടച്ച് എഗ്രാൻ എന്നുള്ള ടീമിനെ അവർ തോൽപ്പിച്ചു. അപ്പൊ കുറെ ആൾക്കാർ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നഥാനിയൽ ബ്രൗൺ ഡെബ്യൂ ചെയ്തു, ഗോൾ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ യുവന്റസ് ജൂലൈ 31-ാം തീയതി ഫ്രണ്ടിൽ കളിച്ചിരുന്നു. ഡൗഗ്ലസ് ലൂയിസ് ഗോൾ അടിച്ചു. അതുപോലെ ജസ്റ്റിൻ ഒബാവുഡോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ലോണിൽ വന്നിട്ട് അവിടെ പെർമനന്റ് ആയ പ്ലെയർ ആണ്, ആളും ഗോൾ അടിച്ചു. AC മിലാൻ ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു ഫിക്സ്ചർ ഉണ്ടായിരുന്നില്ല. അവരിനി മിലാൻ ഡെർബി വരുന്നുണ്ട് അവരുടെ നെക്സ്റ്റ് ടെസ്റ്റ്. അത് ഈ വരുന്ന ആഴ്ചയാണ്, ഓഗസ്റ്റ് 5-ാം തീയതി. അപ്പൊ നമുക്ക് അത് ഫോളോ ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയാണ് കെൽറ്റിക്കായിട്ട് 2-2 ഡ്രോ ആയിരുന്നു AC മിലാൻ ഉണ്ടായിരുന്നത്. PSG വന്ന PSG ഇതുവരെ ഫ്രണ്ട്ലി അങ്ങനെ പ്രീ സീസൺ ഫ്രണ്ട്ലി ആയിട്ടില്ല. അവരുടെ ഫസ്റ്റ് പ്രീ സീസൺ ഫ്രണ്ട്ലി വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി മയോർക്ക ആയിട്ടാണ്. പിന്നെ ഓഗസ്റ്റ് 8-ാം തീയതി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം UEFA സൂപ്പർ കപ്പാണ് അവരുടെ മെയിൻ മാച്ച് വരുന്നത് ഓഗസ്റ്റ് 12-ാം തീയതി. ഇതൊക്കെയാണ് പ്രീ സീസൺ ഫ്രണ്ട്ലികൾ, റിസൾട്ടും ഒക്കെ. അപ്പൊ ഇതിൽ വലിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതായത് പ്രീ സീസണില് ചില മാച്ച് തോറ്റിട്ടുള്ള ടീമുകളുണ്ട്, ജയിച്ച ടീമുകളുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. പ്രീ സീസണിൽ ഫിറ്റ്നസ് ഉണ്ടാക്കുക, അടുത്ത സീസണിൽ വരുന്ന സീസണിലേക്കുള്ള ടാക്ടിക്സ് റെഡിയാക്കുക, ചില മൂവ്മെന്റ്സ് അതൊക്കെ മനസ്സിലാക്കി പ്ലേയേഴ്സിനെ അതിനേക്ക് ആ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസ് ലെവലിലും ഈ ഒരു സീസൺ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള തയ്യാറാക്കുക എന്നുള്ളതാണ് ഫ്രണ്ട്ലികളുടെ ഉദ്ദേശം. അപ്പൊ ആ രീതിയിൽ കണ്ടാൽ മതി ആ വാർത്ത. നമ്മുടെ ന്യൂകാസിൽ ഫ്രണ്ട്ലിയുടെ കാര്യം പറഞ്ഞു. അവര് 4-1 ബ്രിസ്റ്റൽ സിറ്റിയുടെ അടുത്ത് തോറ്റു എന്ന് പറഞ്ഞു. അപ്പോ ന്യൂകാസിലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രീ സീസൺ കിക്ക് ഓഫ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാര്യം എന്താ വെച്ചാൽ അവരുടെ മാനേജർ ഒരു
പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് എഡി ഹോ ഒരു 2 മാസം മുമ്പ് തന്നെ രാജിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ആളോട് കുറച്ചുകൂടി കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. അങ്ങനെ ഈ കഴിഞ്ഞ ജൂലൈ 30 എഡി ഹോ റിസൈൻ ചെയ്യുന്നത്. ന്യൂ കാസലിന്റെ ഹെഡ് കോച്ച് എന്നുള്ള പൊസിഷനിൽ റിസൈൻ ചെയ്യുകയാണ്. അപ്പോ ഈ പ്രീ സീസൺ ഫ്രണ്ട്ലി കഴിഞ്ഞിട്ടാണ് റിസൈൻ ചെയ്തത്. പക്ഷെ അതും ഈ പ്രീ സീസണിലെ തോൽവിയായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം 2 മാസം മുമ്പ് തന്നെ റെസിഗ്നേഷൻ ഒക്കെ റെഡിയാക്കി ഇരിക്കുന്ന സമയമായിരുന്നു. ആള് പറഞ്ഞത്, ആഫ്റ്റർ എ പീരീഡ് ഓഫ് പേഴ്സണൽ റിഫ്ലക്ഷൻ ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് നൗ ഇസ് ദ റൈറ്റ് ടൈം ഫോർ മീ ടു സ്റ്റെപ്പ് അവേ. ഇറ്റ് ഹാസ് ബീൻ ദ പ്രിവിലേജ് ഓഫ് മൈ ലൈഫ് ടൈം ടു ഹാവ് ബീൻ ദ മാനേജർ ഓഫ് ന്യൂ കാസിൽ യുണൈറ്റഡ്. അപ്പൊ അങ്ങനെ വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി പരസ്പരം ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് എഡി ഹൗ റിസൈൻ ചെയ്യുന്നത്. അങ്ങനെ തന്നെയായിരുന്നു എഡി ഹൗവിന്റെ ന്യൂ കാസിലെ ഇതുവരെയുള്ള ആ ഒരു 5 വർഷത്തെ സ്റ്റിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടും അങ്ങനെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലും ഫാൻസും ഒക്കെ ആയിട്ട് ബന്ധമൊക്കെ ഉള്ള ആളായിരുന്നു. അത് മാത്രല്ല, ഹൗ ഒരു 70 വർഷമായിട്ട് ന്യൂ കാസിൽ യുണൈറ്റഡ് ഒരു പ്രധാനപ്പെട്ട ട്രോഫി ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ 2025 ലീഗ് കപ്പ് ചാമ്പ്യൻസ് ആക്കി ന്യൂ കാസലിന് ഒരു തിരിച്ചൊരു ട്രോഫി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏറിയായിരുന്നു എഡി ഹോവിന്റെ. അത് മാത്രല്ല 2023 2025 ചാമ്പ്യൻസ് ലീഗിലേക്ക് ന്യൂ കാസലിനെ ക്വാളിഫൈ ചെയ്യിക്കാനും പറ്റി. അതുപോലെ ചാമ്പ്യൻസ് ലീഗില് ബാഴ്സലോണയായിട്ടുള്ള മാച്ച് ഒരു ഫിക്സർ, ഒരു 2 ലെഗിലെ ഫിക്സർ ഭയങ്കര ഹൈലൈറ്റ് ഒരു മൊമെന്റ് ആയിരുന്നു ആളുടെ ടെന്യൂറിൽ. അങ്ങനെയാണ് നമ്മുടെ അതുപോലെ അവരുടെ പുതിയ ന്യൂ കാസിൽ മൊത്തത്തില് എഡി ഹോ മാത്രമല്ല മൊത്തത്തിലൊരു പുതുക്കി പണിയുന്ന ഒരു അവസ്ഥയിലാണ്. അവരുടെ കീ പ്ലേയേഴ്സുകളുടെ ആന്റണി ഗോർഡൻ പോയി, സാൻഡ്രോ ടണാലി പോയി, ഇപ്പൊ ബ്രൂണോ ഗിമാരസ് പോകും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആഴ്സണലിലേക്ക്. ഏത് സമയത്ത് വേണമെങ്കിലും ആ ട്രാൻസ്ഫർ നടക്കാം. അതുപോലെ അവരുടെ ട്രാൻസ്ഫർ ഡീലിങ്സിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് യോഹൻ മൻസാമ്പി അവർ സൈൻ ചെയ്യാൻ നോക്കി, പക്ഷെ ആള് റിജക്ട് ചെയ്തു. അതുപോലെ ട്രഫോർഡിനെ സൈൻ ചെയ്യാൻ നോക്കി, റിജക്ട് ചെയ്തു. പക്ഷെ അവർക്ക് കുറെ യങ് പ്ലേയേഴ്സിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് എന്തായാലും അവരൊരു അവരൊരു വീണ്ടും റീബിൽഡിലേക്ക് പോവുകയാണ്. അതിന് പറ്റിയ മാനേജറെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അൽ അലിയുടെ ബോസ് ആയിട്ടുള്ള മാത്യാസ് ജെയ്സിലെയാണ് അവര് കൊണ്ടുവരുന്നത്. ആ ട്രാൻസ്ഫർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആള് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യും. ഇനിയിപ്പോ പ്രീ സീസൺ ഒക്കെ മാത്യാസ് ജെയ്സിലയുടെ കൂടി ആയിരിക്കും എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. ന്യൂ കാസലിന്റെ ആദ്യത്തെ മാച്ച് ലിവർപൂൾ ആയിട്ടുണ്ട്. അതിനു മുമ്പ് ടീമിനെ സെറ്റ് ആക്കി എടുക്കുക, സ്ക്വാഡിലെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും മാത്യാസ് ജെയ്സിലയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി. മാത്രമല്ല യങ് സ്ക്വാഡാണ്, അവരെ ഡെവലപ്പ് ചെയ്ത് അടുത്ത ഒരു ചാമ്പ്യൻസ് ലീഗിലേക്ക് വീണ്ടും ക്വാളിഫൈ ചെയ്യുന്ന ടീമാക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചലഞ്ച്. എന്തായാലും മാത്യാസ് ജെയ്സിലെ വെൽക്കം ടു പ്രീമിയർ ലീഗ് എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ന്യൂ കാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് ന്യൂ കാസിൽ യുണൈറ്റഡിന്റെ ഫാൻ ജോൺ നമ്മുടെ കൂടെ ഈ എഡി ഹോവിന്റെ ന്യൂസിന് ശേഷം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ജോണിന്റെ, ന്യൂ കാസിൽ ഫാനിന്റെ അഭിപ്രായങ്ങൾ, ഈ എഡി ഹോവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പുതിയ മാനേജറായിട്ടുള്ള മാത്യാസ് ജെയ്സിലെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ജോൺ വിശദമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ അത് കണ്ടു നോക്കുക. പിന്നെ MLS വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സി വേൾഡ് കപ്പ് ഫൈനൽ ഡിഫീറ്റിന് ശേഷം മെസ്സി തിരിച്ച് വീണ്ടും ഫുട്ബോൾ കളിക്കാൻ വരികയാണ്. മെസ്സി ഇന്റർ മിയാമിയുടെ കഴിഞ്ഞ മാച്ച് കളിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവിടെ നിന്ന് വന്നത്. 2-2 എന്നുള്ള സ്കോറിന് കൊളംബസ് ക്രൂ ആയിട്ട് മാച്ച് ഡ്രോ ആയി. കഴിഞ്ഞ ആഴ്ച കണ്ടത് ലെവൻഡോസ്കി ഇതുവരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഷിക്കാഗോ ഫയറിന് വേണ്ടിയിട്ട്. പക്ഷെ അത് 2 എവേ മാച്ചസ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാച്ച് ഗോൾ അടിച്ച് ഹോം ഗ്രൗണ്ടില് MLS ആദ്യത്തെ ഗോൾ അടിച്ച്, 1 ഗോളല്ല 2 ഗോൾ അടിച്ച് 2-1 എന്നുള്ള സ്കോറിന് അവര് ഷാർലോട്ടെ തോൽപ്പിച്ചു. അതുപോലെ ആന്റോണിയോ ഗ്രീസ്മാനും MLS വന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ഓർലാൻഡോ സിറ്റിക്ക് വേണ്ടി ഡെബ്യൂ 4-0 എന്നുള്ള സ്കോറിന് അവര് സാൻ ജോസിനെ തോൽപ്പിച്ചു. അപ്പൊ അതില് ആന്റോണിയോ ഗ്രീസ്മാൻ ഗോൾ അടിച്ചു. സൗദി ലീഗില് എന്തൊക്കെയാ സംഭവിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ സമ്മറിലെ ജോയിൻ ചെയ്തു. അതുപോലെ റിയാദ് മെഹ്റസ് അവിടെ നിന്ന് പോവുകയാണെന്ന് കേൾക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ MLS വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഇതൊന്നും ക്ലിയർ അല്ല. എനിവേ നമ്മൾ ആ ന്യൂസ് ഒക്കെ ഒരാഴ്ചകളിൽ ഫോളോ ചെയ്യും. പിന്നെ യൂറോപ്യൻ ലീഗിൽ ഒരുപാട് ട്രാൻസ്ഫർ ന്യൂസുകൾ നടക്കുന്നുണ്ട്, ട്രാൻസ്ഫർ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഒന്ന് ആഴ്സണലായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്നല്ല 2 ട്രാൻസ്ഫേഴ്സ് ഉണ്ട് ആഴ്സണലായിട്ട് ബന്ധപ്പെട്ട്. വിനീഷ്യസ് ജൂനിയർ ജോയിൻ ചെയ്യുന്ന കേൾക്കുന്നുണ്ട്, ബ്രൂണോ ഗിമറസ് ജോയിൻ ചെയ്യുന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ
ട്രാൻസ്ഫേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ച ആ ന്യൂസ് ബ്രേക്ക് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മുടെ ട്രാൻസ്ഫേഴ്സ് ചാറ്റ് ഷോ ഉണ്ട്, ലൈവ് ആയിട്ടുള്ള ഷോ. അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മളിവിടെ ഇപ്പൊ ലിങ്ക് വരും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മളുടെ അനാലിസിസും ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് കാണാം. പിന്നെ ഡയമണ്ട് ടു റയൽ മാഡ്രിഡ്, അതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് മണി ട്രാൻസ്ഫർ ആണ്. അതും ഉടനെ കംപ്ലീറ്റ് ആവുമെന്ന് നമ്മൾ കണക്കാക്കാം. പിന്നെ ലിവർപൂളിലേക്ക് ബാർക്കോള വരുന്ന ഒരു ട്രാൻസ്ഫർ ഉണ്ട്, അതും നടക്കാൻ ഈ വരുന്ന ആഴ്ച ചിലപ്പോൾ നടന്നു എന്ന് വരും. അതും നമ്മൾ അടുത്ത ആഴ്ച അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് കൂടുതൽ തരാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ എന്നുള്ളത് റോഡ്രി ടു റയൽ മാഡ്രിഡ് ആണ്. റോഡ്രി ഇഞ്ചറി ഉണ്ട്, ഒരു സർജറി വേണമെന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നും ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാൻ തടസ്സമല്ലാന്ന് തോന്നും. അതും നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ യൂലിയൻ അൽവാരസ് ബാർസലോണയിലേക്കുള്ള ട്രാൻസ്ഫർ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടുകൊടുക്കുന്നില്ല, ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. അതും വരുന്ന ആഴ്ച എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നു വിചാരിക്കുന്നു. വ്ലാഹോവിച്ച് ഫ്രീ ഏജന്റ് ആണ്. വ്ലാഹോവിച്ചിന് പല ക്ലബുകളിൽ നിന്ന് ഓഫർ ഉണ്ട്, തുർക്കിയിൽ നിന്നൊക്കെ ഓഫർ ഉണ്ട്. പക്ഷെ ബാർസലോണയുടെ ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻ കൂടിയാണ് വ്ലാഹോവിച്ച്. അപ്പോ അൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ വ്ലാഹോവിച്ചിനെ ബാർസലോണ സൈൻ ചെയ്യുന്നുള്ള റൂമർ ഉണ്ട്. അത് കാരണം വ്ലാഹോവിച്ച് ഇപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിൽക്കുകയാണ്, വേറെ ഇതുവരെ ഡീലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ട്രാൻസ്ഫേഴ്സ് യുണൈറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട യുണൈറ്റഡ് ഇപ്പോഴും ഒരു സെന്റർ മിഡ്ഫീൽഡറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോമനി, മനു കോണയും പേരുകൾ കേൾക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. PSG സംബന്ധിച്ച് അവര് ഫെറാൻ ടോറസിനെ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല ഇതുവരെ. അവര് അക്ലിയോച്ചി ഏകദേശം സൈൻ ചെയ്തു എന്നുള്ളത് ഏകദേശം ഉറപ്പായി. അവര് മറ്റ് പ്ലേയേഴ്സിനെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു ഫോർവേഡിനെയും കൂടി ആവശ്യമുണ്ട്, വിങ് ഫോർവേഡിനെ. പിന്നെ സങ്കാരെ നോട്ടിംഗം ഫോറസ്റ്റിൽ ജോയിൻ ചെയ്തു, അതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ന്യൂസാണ്. അതുപോലെ ട്രഫോർഡ് ലീഡ്സ് യുണൈറ്റഡിൽ ജോയിൻ ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസ്. എന്തായാലും നമ്മൾ ട്രാൻസ്ഫർ ന്യൂസ് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മളെല്ലാം ഇതിൽ കവർ ചെയ്യുന്നില്ല. നമ്മുടെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫേഴ്സിന്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫേഴ്സ് ചാറ്റ് ഷോയിൽ. അപ്പൊ അത് നിങ്ങൾ കാണുക. അതുപോലെ 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ലൈവ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബെല്ലൈക്കൺ റെഡിയാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലൈവ് ട്രാൻസ്ഫേഴ്സിനെ സംബന്ധിച്ചുള്ള ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും ട്രാൻസ്ഫേഴ്സ് ലൈവ് ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഏതെങ്കിലും ട്രാൻസ്ഫർ ന്യൂസ് വരികയാണെങ്കിൽ അതും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ നമ്മുടെ TRP ഫുട്ബോൾ ന്യൂസ് ഷോയിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഇതുപോലെ TRP ഫുട്ബോൾ ന്യൂസ് ഷോ വീണ്ടും വരും. എല്ലാവർക്കും